ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ മത്തി അഥവാ ചാള എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് മത്തിയുടെ രണ്ട് സൈഡും നന്നായിട്ട് ചെതമ്പലൊക്കെ കളയണം. അതിനുശേഷം വാല് കട്ട് ചെയ്യുന്നു, തല കട്ട് ചെയ്യുന്നു, അതിനെ നേരെ തിരിച്ച് പിടിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? വയറ് കട്ട് ചെയ്യാൻ. കേട്ടോ, വയറ് നന്നായി കട്ട് ചെയ്തിട്ടേ അതിനകത്തുള്ള വേസ്റ്റൊക്കെ കളയുക. നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിനകത്തുള്ള കറുപ്പ് കളർ കണ്ടല്ലോ, വയറ്റിനകത്തുള്ള അതെന്തായാലും ക്ലീൻ ചെയ്യണേ. അതൊന്നും വിട്ടുകളയേണ്ട. മുകളിലും താഴെയായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു മുള്ളൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്യണേ. ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യുക. ഇത് സ്പീഡായിട്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് എക്സ്പേർട്ടൊക്കെ വേണം കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ടോ ക്ലീൻ ചെയ്യുന്നത്. ചില മീൻ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പഞ്ഞിമീൻ കിട്ടും. അതെന്തൊരു ടേസ്റ്റാണെന്നറിയോ? നമ്മുടെ ഈ കൊച്ചുള്ളിയൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് എണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. അടിപൊളിയാണേ. ഇനി നമുക്ക് മത്തിയിലോട്ട് കിടക്കാം. ഈ മത്തി ഇതുപോലെ എല്ലാ മത്തികളും ക്ലീൻ ചെയ്തെടുത്ത് നമുക്ക് സൂപ്പറാക്കിയിട്ട് ഇതിനെ വാഷ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ മത്തിക്കുട്ടന്മാരും ക്ലീൻ ചെയ്യൽ കഴിഞ്ഞു. ഇനി നമുക്ക് വാഷ് ചെയ്യണം. വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ ഒരു സ്പൂൺ കല്ലുപ്പ് അഥവാ പൊടിയുപ്പിട്ട് നന്നായിട്ട് ഉരച്ചതിന് ശേഷം വെള്ളത്തിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. മിനിമം ഒരു 3-4 വട്ടം കഴുകണം. ഈ കഴുകുന്ന വെള്ളത്തിൻ്റെ റെഡ് കളറ് ഇല്ല, ക്ലിയർ വാട്ടർ ആണെങ്കിലാണ് നമ്മളുടെ ക്ലീനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. കണ്ടോ, ഇപ്പോൾ വെള്ളത്തിന് അധികം റെഡ് കളറില്ല, വെള്ളം നല്ല ക്ലിയറാണ്. അതായത് നമ്മുടെ മീനും ക്ലിയറായി കേട്ടോ. കണ്ടോ, നല്ല സുന്ദരി മണികളായിട്ടുള്ള മത്തിക്കുട്ടന്മാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. വരയണം. മീൻ രണ്ട് സൈഡും നന്നായിട്ട് വരയണം. എന്തിനു വേണ്ടിയിട്ടാണ്? മസാല തേക്കാൻ. മസിലല്ല, മസാല കേട്ടോ. നമ്മളിവിടെ ബേസിക് ആയിട്ടുള്ള മസാലകളാണ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാ മീനുകളും ഇതുപോലെ രണ്ട് സൈഡും വരഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളിയുടെ ഒരു പേസ്റ്റ് നോക്കിയാൽ കാണാം. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് വെള്ളം തൂകിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മസാല തേക്കുന്ന ഒരു സ്റ്റേജാണിത്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 30 മിനിറ്റ്സൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അതല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ മത്തിയല്ലേ അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് മത്തി നിരത്തി വയ്ക്കാം. ഈ നിരത്തി വയ്ക്കുന്ന മത്തി നല്ല ഫ്ലെയിമിലിട്ടിട്ട് കരിക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. ഒരു സൈഡായ മറ്റേ സൈഡ് തിരിച്ചിട്ടിട്ട് നല്ല മൊരിഞ്ഞ നല്ല സൂപ്പറായിട്ടുള്ള മത്തി നമ്മൾ സൈഡിൽ ഇവിടെ മത്തി വറ്റിച്ചതും റെഡി.